മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സ് വരെ ജീവിച്ചത് ഏത് മതക്കാരനായിട്ടാണ്? 40ാമത്തെ വയസ്സിലാണല്ലോ വഹി കിട്ടുന്നത്. എന്താണ് വഹി? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, അല്ലെങ്കിൽ യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല, അല്ലെങ്കിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതാണ് വഹിയുടെ ആരംഭം. അത് സംഭവിക്കുന്നത് 40ാമത്തെ വയസ്സിലാണ്. അതോ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ ഉമ്മ പ്രസവിച്ച ഉടനെ അല്ലാഹു തആല നബിയാക്കിയോ റസൂലുള്ളാഹി തങ്ങളെ, മുഹമ്മദ് റസൂലുള്ളാഹിയെ? ഫിൽ മഹ്ദി സബിയ, കുട്ടിപ്രായത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഈസ നബി നബിയാക്കിയിട്ടുണ്ട് അല്ലാഹു തആല. തൊട്ടിൽ വെച്ച് തന്നെ നബിയാണ് സംസാരിക്കുന്നത്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ സമുദായത്തോട്, ഉലമാക്കളോട്, സംഘടനക്കാരോടെല്ലാം ഞാൻ ചോദിക്കുന്ന ഒരു വിഷയം, അഷ്റഫുൽ ഖൽഖ് 40 വയസ്സ് വരെ ഏത് മതക്കാരനായിരുന്നു? അതോ ഒരു മതമില്ലാത്ത വിമതനായിരുന്നോ? ഒരു മതവുമില്ലാത്ത 0 മതക്കാരനായിരുന്നോ മുഹമ്മദ് റസൂലുള്ളാഹ്? 40 വയസ്സ് വരെ സീറോവിൽ ജീവിച്ച ആളാണോ മുഹമ്മദ് റസൂലുള്ളാഹ്? എന്താണ് നാം പഠിച്ചു വെച്ചിരിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുഹമ്മദീയത്താണെന്ന് നാം ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ആരാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യം, പരമ്പര ആദം തൊട്ട് അദ്നാൻ വരെ, അദ്നാൻ തൊട്ട് ഇസ്മായിൽ വരെ, ഇസ്മായിൽ തൊട്ട് അബ്ദുള്ള വരെ, ഇത് കൃത്യമായ ഒരു രേഖ, ഒരു നമുക്കുണ്ടാവണം. അത്ര പ്രബലമായിരിക്കണം മുഹമ്മദ് റിസാലത്തിന് ഷഹാദത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അറിവ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സുമാറ് പറയാൻ പറ്റില്ല. ഈ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറയുന്ന മുസ്ലിമീങ്ങൾ ചിന്തിച്ചിരിക്കേണ്ട വിഷയം, ഈ മുഹമ്മദ് മുസ്തഫ, മുമ്പുള്ള കഥകൾ കൂടി സമയം കളയണ്ട, ഈ മുഹമ്മദ് മുസ്തഫ ആമിന ബീവിയുടെ, ആമിനയുടെ അബ്ദുള്ളാന്റെ മോനായിട്ട് ജനിച്ച് വീഴുന്നത് ഏത് മതത്തിലാ? ഇവിടെ ചിലര് പറയും പോലെ ഹിന്ദു മതത്തിലാണോ? ഇവിടുത്തെ ജാറക്കാരെന്താ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായിട്ട് വരുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെയുള്ള ഒരു സമൂഹത്തിലേക്കാണ്. എന്നുവെച്ചാൽ ഖുറൈശികൾ ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെയാണ്. പ്രസംഗം കേട്ടിട്ടുണ്ടാവും. അത് എന്തിനാണ് അവരങ്ങനെ പറയുന്നത്? പരിശുദ്ധ ഖുർആനിൽ ശിർക്കുമായി ബന്ധപ്പെട്ട ആയത്ത് ഇവിടുത്തെ ഖുറാഫികളോട് സലഫികൾ പ്രസംഗിക്കുമ്പോൾ അതിനെ ഗണ്ണിക്കാനാണ് അവർ പറയുന്നത്. നിങ്ങൾ മുശ്രിക്കീങ്ങളായ അന്നത്തെ മുശ്രിക്കുകൾ ഇറങ്ങിയ ആയത്ത് എന്തിനാ നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്? ഇവിടുത്തെ കബറാളികൾ പറയാറുണ്ട്, പണ്ടേ ഇവിടുത്തെ ജാറക്കാർ പറയാറുണ്ട്. അവർക്ക് ഞങ്ങൾ മുസ്ലിം ആണ് എന്ന് സ്വയം അവർക്ക് പറയണം. എന്നിട്ട് വേണം ഈ പ്രസംഗത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വന്ന ആ സമൂഹം, ആ ഖുറൈശി സമൂഹം ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെയാണോ? ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസം പോലെയുള്ള വിശ്വാസികളാണോ? ആ ഹിന്ദു മതത്തിലാണോ മുഹമ്മദ് നബി ജനിച്ചു വന്നത്? അത് ശരിക്കും പഠിച്ചേ പറ്റും, മനസ്സിലാക്കി പറ്റും. അങ്ങനെ ഒളിപ്പിച്ചെന്ന സംഗതി നടക്കൂല. കാരണം മുഹമ്മദ് മുസ്തഫ തങ്ങൾ 40 വയസ്സ് വരെ സംശുദ്ധമായ ജീവിതം നയിച്ചാളാന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, അല്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പരമ പരിശുദ്ധമായിരുന്നു. കൃത്യമായിട്ട് കഅബാലയത്തിനടുത്ത് നിസ്കരിക്കുമായിരുന്നു. ഇബ്രാഹിം ശരീഅത്ത് അനുസരിച്ച് മുഹമ്മദ് മുസ്തഫ തങ്ങൾ കൃത്യമായിട്ട് ഹജ്ജും ഉംറയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഖുറൈശികളെ പോലെ, അബൂ ജഹൽ, ഉത്ബത്ത്, ശൈബത്തിനെ പോലെ കൃത്യമായിട്ട് അവർ ഹാജിമാർക്ക് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അല്ലാഹു തആല ചോദിച്ചത്, ജഅൽതും സിഖായത്തൽ ഹജ്ജി വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാം കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അജഅൽതും, നിങ്ങൾ ആക്കിക്കളഞ്ഞോ, സിഖായത്തൽ ഹജ്ജി, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ള ആ ഇബാദത്ത്, ഇമാറത്തൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാം പരിപാലിക്കുക എന്ന ജോലിയും നിങ്ങൾ ആക്കിക്കളഞ്ഞോ, കമൻ ആമന ബില്ലാഹ്, അല്ലാഹ് മാത്രം എന്ന് അംഗീകരിക്കുകയും ആഖിറത്തിൽ കൃത്യമായി വിശ്വസിക്കുകയും ചെയ്യുന്നത് പോലെ അവരെ പോലെയാണ് ഇവര് എന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല. ലാ യസ്തവൂന ഇൻദല്ലാഹ്, അല്ലാഹുവിന് രണ്ടും ഒരുപോലെയല്ല. അവിടെ സിഖായത്തുൽ ഹജ്ജ്, ഇമാറത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞത് അബൂ ജഹൽ, ഉത്ബത്ത്, ശൈബത്തിനെ പറ്റിയാണ്. അവരാണ് പരിപാലകരെന്ന്, കഅബാലയത്തിന്റെ പരിപാലകരാണ്. അവരാണ് മസ്ജിദുൽ ഹറാമിന്റെ പരിപാലകരെന്ന്. അന്നത്തെ മുത്തവല്ലി അബൂ താലിബാണ്. അതിനു മുമ്പ് അബ്ദുൽ മുത്തലിബാണ് കഅബാലയത്തിന്റെ മുത്തവല്ലി. അബൂ താലിബാണ് മുത്തവല്ലി. അബൂ താലിബാണ് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അബൂ താലിബാണ് നോമ്പിന് നേതൃത്വം കൊടുക്കുന്നത്. ആ സമൂഹത്തെ പറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞത്. അവർ കഅബാലയത്തെ കൃത്യമായി പരിപാലിക്കുന്നുണ്ട്, മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്നുണ്ട്. ഹാജിമാര് ഹജ്ജിന്റെ സമയം വന്നാൽ അവർക്ക് മക്കത്ത് മിനായിലൊക്കെ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ജോലി അന്നൊന്നും മുഹമ്മദ് റസൂൽ ജനിച്ചിട്ടേ ഇല്ല കൂട്ടമേ. പക്ഷെ ഇസ്ലാമിന്റെ മുഴുവൻ അമലുകൾ വന്ന് നടക്കുന്നുണ്ട്. അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ സലഫിയത്തിനെ തകർക്കാനുള്ള ഷീഈ വിഭാഗത്തിന്റെ തന്ത്രമാണ്. നടക്കൂല എന്ന് നമ്മൾ പറയുന്നത്.
ഈ സമൂഹം അത് തിരിച്ചറിയണം. പ്രത്യേകിച്ച് പുതിയ തലമുറ അത് തിരിച്ചറിയണം. മക്കത്തെ മുശ്രിക്കുകൾ ഇവിടുത്തെ ഹിന്ദു മതക്കാരെ പോലെയല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പോലെയും അല്ല, ഇവിടുത്തെ ജൂതന്മാരെ പോലെയും അല്ല, ഇവിടുത്തെ കബ്രാളികളായ പാരമ്പര്യ മുസ്ലിമീങ്ങളെ പോലെയാണ് മക്കത്തെ മുശ്രിക്കുകൾ. അവിടെ അല്ലാഹു തആല ഒരിക്കലും അവർ പാരമ്പര്യക്കാരെന്നുള്ള എനിക്ക് മുസ്ലിം എന്ന് അഭിസംബോധന ചെയ്തില്ല, മുശ്രിക്ക് എന്ന് വിളിച്ചു. അതുകൊണ്ട് തന്നെ ജാറക്കാരായ ഇന്നത്തെ മുസ്ലിമീങ്ങളെയും മുശ്രിക്കിനെ വിളിക്കാൻ പറ്റുള്ളൂ, മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റൂല. അത് ചരിത്രത്തിനോട് കാണിക്കുന്ന വൃത്തികേടാ. അത് സലഫി പണ്ഡിതന്മാർ പോലും അത് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ നിങ്ങൾ അബൂജഹലിനെ ന്യായീകരിക്കേണ്ടി വരും. ഇന്നത്തെ ജാറത്തിൽ പോന്നവർക്ക് ഉസ്റുബിൻ ജഹലിന് കൊണ്ടിട്ട് അവരാവാം എന്നാണെങ്കിൽ അന്ന് അബൂജഹലും ആവാമെന്ന് തീരുമാനിക്കാമായിരുന്നു. അബൂ താലിബ് നരകത്തിലേക്കാന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? ഉസ്റുബിൻ ജഹലുകാർക്ക് എന്ത് അധികാരമുള്ളത് അബൂജഹലിനെ നരകത്തിലേക്ക് അയക്കാൻ, ഖുറൈശികളെ നരകത്തിലേക്ക് അയക്കാൻ എന്ത് വകുപ്പാണുള്ളത്? ഇന്നത്തെ പാരമ്പര്യ മുസ്ലിമീങ്ങൾ മുശ്രിക്കല്ലെങ്കിൽ ഖുറൈശികൾ എങ്ങനെയാണ് മുശ്രിക്കാവുക? അല്ലാഹു തആല അവരെ മുശ്രിക്കെന്നല്ലേ പറഞ്ഞത്? കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞത് ഖുറൈശികളെ സംബന്ധിച്ച്. അവർ നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോക്കുന്നവരാണ്, അവർ മസ്ജിദുൽ ഹറാമിൽ ഇത്തികാഫിരിക്കുന്നവരാണ്, അവർ കൃത്യമായിട്ട് ഹജ്ജ് ചെയ്യുന്നവരാണ്, കൃത്യമായിട്ട് ഉംറ ചെയ്യുന്നവരാണ്, അവർ തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക എന്നുള്ള തൽബിയത്ത് പറയുന്നവരാണ് അവര്. ഇതെല്ലാം റസൂലുള്ളാഹി നമുക്ക് വകവെച്ച് തന്നിട്ടുണ്ട്. എങ്കിൽ ഹിന്ദുക്കളായ ഒരു കൂട്ടക്കാര് ചെയ്ത അമല് റസൂലുള്ളാഹി വകവെച്ച് തന്നു എന്നാണോ പറയേണ്ടത്? ധൈര്യമുണ്ടോ പറയാൻ?